കേജ്രിവാളും ഒരു വിഷയമാണെന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാനതിന് മറുപടി പറയുന്നതിന് മുൻപ് ഞാൻ നേരത്തെ ശ്രീ സുരേഷിൻ്റെ പരാമർശങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ കൊള്ളക്കാരെന്ന് വിളിച്ചു. അതോടൊപ്പം തന്നെ കട്ട് തിന്നുന്ന ആളുകൾ, അദ്ദേഹം പറഞ്ഞതാണ് മോഷണം നടത്തുന്ന ആളുകൾ പിന്നെ കട്ട് തിന്നുന്നവർ എന്നല്ലാതെ എന്ത് പറയും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കട്ട് തിന്നുന്നു എന്ന് വിശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ പിന്നെ നട്ട്സ് തിന്നുന്നവരായി മാറുമോ? അരവിന്ദ് കെജ്രിവാളിന് ഇപ്പം കട്ട് തിന്നുന്നു എന്ന് പറയുന്നു. അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ പെട്ടെന്നത് ആ കട്ട് തീറ്റി നട്ട്സ് തീറ്റിയായിട്ട് മാറില്ലേ? ഹിമന്ത് ബിശ്വ ശർമ്മ അങ്ങനെ ആയിരുന്നില്ലേ? ശാരദ തട്ടിപ്പ് കേസിൽ നിങ്ങൾ പ്രതിയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ BJP മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ BJP ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുണ്യാളനായില്ലേ? തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിൽ ഇന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് ശാരദാ ചിട്ടി ഫണ്ട് കേസിലെ ഏറ്റവും വലിയ മുഖ്യ പ്രതിയെന്ന് നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ്. അജിത് പവാർ ഈ പഞ്ചസാര കുംഭകോണവും മറ്റ് നിരവധി കുംഭകോണങ്ങളിൽ 10,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആൾ എന്ന് നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന അജിത് പവാറിന് വേണ്ടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി ബാരാമതിയിൽ ഉൾപ്പെടെ സംസാരിച്ചത്. അഴിമതിക്കാരെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ അഴിമതിക്കാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന, കൊള്ളക്കാരൻ നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെ പുണ്യാത്മാക്കളായി മാറാൻ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ മതിയോ? അപ്പോൾ ഒരു കാപട്യം സ്വല്പം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയമായി എതിർക്കാം, അവരെ കൊള്ളക്കാർ, കള്ളന്മാർ, പിന്നെ കട്ടുതീനികൾ എന്നൊക്കെ വിളിക്കുക. എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ നിങ്ങളുടെ പാർട്ടി വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ തന്നെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുന്നു. എങ്ങനെയാണ് ഈ കാപട്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? പിന്നെ നേരത്തെ പറഞ്ഞ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തിന് അഴിമതി ആരോപണമാണ്, അദ്ദേഹത്തിൻ്റെ മെരിറ്റ് പിന്നീട് നേരിടുക എന്നുള്ളതാണ്. അത് കോടതി നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്നും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്ത് അദ്ദേഹം പ്രചരണം നടത്താതിരിക്കാൻ വേണ്ടി ജയിലിലടയ്ക്കുക, അതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. അത് അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വ്യക്തിയുടെ മാത്രം വിഷയമായിട്ടല്ല രാജ്യം അതിനെ കണക്കെടുക്കാൻ പോകുന്നത്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളുടെ മൊത്തം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജയിലിൽ. ഇവിടെ നോക്കണം, രാജ്യത്താകമാനം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന BJP നേതാവ്, ഞാൻ പ്രധാനമന്ത്രി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, BJP നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷം ചീറ്റൽ പ്രസംഗങ്ങൾ, എത്ര വൃത്തികെട്ട സംസാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് മതന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിക്കുക. എന്തിനേറെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സമീപകാലത്ത് നേടിയ കപ്പുകളൊക്കെ തന്നെ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 2007 T20 വേൾഡ് കപ്പ് ജയിച്ചു, 2011 വൺ ഡേ വേൾഡ് കപ്പ് ജയിച്ചു. അതിനുശേഷമുള്ള ഈ കാലഘട്ടമൊക്കെ തന്നെ അതൊക്കെ ന്യൂനപക്ഷങ്ങളെ കുത്തിനിറച്ചുകൊണ്ടൊരു ടീമാണോ? ന്യൂനപക്ഷങ്ങളും ടീമിലുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച നിരവധി മതന്യൂനപക്ഷങ്ങളിലും വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട്. ജാതിയും മതം നോക്കിയല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലും. ഇർഫാൻ പത്താനും ഹർഭജൻ സിംഗും സഞ്ജു സാംസണും പിന്നെ മഹേന്ദ്ര സിംഗ് ധോണിയും വെങ്കടേഷ് പ്രസാദും, എങ്ങനെ നിരവധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭാഷയും ദേശത്തിൻ്റെയും പിന്നെ ഒരു വ്യത്യാസമില്ലാതെ ഈ ആളുകളെയൊക്കെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഒരു ക്രിക്കറ്റ് ടീമിനെ പോലും മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നിലവാരം എവിടെ നിൽക്കുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗിനെയൊക്കെ പോലെയുള്ള സ്റ്റേറ്റ്സ്മാൻമാർ ഈ സമീപകാലത്ത്, അതിനു മുമ്പ് മഹാരഥന്മാർ നിരവധി പേര്, ഒന്നും വേണ്ട, തൊട്ടുമുമ്പിരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ? അവരെയൊക്കെ പോലെയുള്ള മഹാന്മാരായ വ്യക്തികളിരുന്ന സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത്. അപ്പോൾ എതിരാളികളെ ജയിലിലടയ്ക്കുക, നാട്ടിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തകർന്നിരിക്കുന്നു. ഇങ്ങനൊരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ? നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന് അതിന് വർഗീയ വിഷം ചീറ്റലിൽ കേസെടുക്കേണ്ടതാണ്. അതിന് വരെ നരേന്ദ്രമോദിയുടെ വിശദീകരണം ചോദിക്കാതെ BJP ദേശീയ പ്രസിഡന്റിനോട് വിശദീകരണം ചോദിക്കുക. കർണാടകത്തിൽ ഇന്ന് വളരെ നല്ലൊരു വാർത്ത, ഞാൻ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു നല്ല വാർത്ത കർണാടകത്തിൽ നിന്നാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ച്, കോൺഗ്രസിനെയും ന്യൂനപക്ഷങ്ങളെയും കൂട്ടിക്കെട്ടി നടത്തി ആക്ഷേപം നടത്തി എക്സിൽ, പഴയ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത BJP IT സെൽ മേധാവിയെ കർണാടകത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷന് ധൈര്യമില്ല, കേസെടുക്കണം, മതവിദ്വേഷം നടത്തിയ പേരിൽ കേസെടുക്കുമെന്ന് പറയാൻ ധൈര്യമില്ല. എക്സിന് നോട്ടീസ് ചെയ്യും, അതങ്ങ് നീക്കം ചെയ്തേക്കണം, ഞങ്ങൾക്ക് BJPയോട് മിണ്ടാൻ വയ്യ. കർണാടകത്തിലെ ഗവൺമെൻറ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നല്ല വാർത്തയാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം തന്നെ ചിന്തിച്ചു നോക്കൂ സ്മൃതി, ഇവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് സൂറത്തും ഇൻഡോറും.
തെരഞ്ഞെടുപ്പ് നടന്ന BJP ജയിക്കും. കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വലിയ ആധിപത്യം ഉണ്ടല്ലോ, 75% വോട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതിരിക്കാൻ എതിർ സ്ഥാനാർത്ഥികളെ മാനേജ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നും ഇവർ തൂത്തെറിയപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം ഒരു ചിന്തയാണ് രാജ്യത്താകമാനം ഉയർന്നു വരുന്നത്. ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.